അത് കൃത്യമായിട്ട് തന്നെ കേരളത്തിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലംഘിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സർവകലാശാലയിലേക്ക് വന്നുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ എതിരെ വല്ലാത്ത നിലയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇത്തരം നിലപാടുകൾ സ്വീകരിച്ച ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി. ആ ഇന്ദിരാഗാന്ധിയെ ജയന്തിയുടെ സർവകലാശാലയിൽ നിന്ന് ചാൻസലർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ചരിത്രമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിനുള്ളത്. അതേ ഇടതുപക്ഷം തന്നെയാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് അവരുടെ സർക്കാരിന് നിയമനിർമ്മാണത്തിലൂടെ ഗവർണറിനെ പുറത്താക്കാൻ സാധിക്കില്ലേ? അങ്ങനെ ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത്, അഥവാ അങ്ങനെ ആ രീതിയിലോ അല്ല മറ്റേതെങ്കിലും രീതിയിൽ പുറത്താക്കപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റുകയും ചെയ്യുകയാണെങ്കിൽ പകരം ആ സ്ഥാനത്തേക്ക് നിർത്താൻ പറ്റുന്ന ഒരു ബദൽ സംവിധാനം ഉണ്ടായിരിക്കും. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ഇപ്പം സംസാരിക്കാൻ അവസരം നൽകുന്നത്. ഇപ്പം സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല, ഇപ്പൊ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സിലായാലും വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അംബേദ്കർ ഏറ്റവും കൂടുതൽ വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആവരുത് ഗവർണർ പൊസിഷൻ എന്നുള്ളത്. അത് സംസ്ഥാനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും ബാധിക്കും ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ. അതുപോലെ തന്നെ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കും ഈ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ എന്നുള്ളത്. അപ്പൊ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരാൾ തന്നെ ഗവർണറായി വരണം എന്നുള്ള പൊസിഷനായിരുന്നു അംബേദ്കറിന് ഉണ്ടായിരുന്നത്. സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ടിനകത്തും അതന്നെയാണ് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഭരണഘടനയുടെ പല മൂല്യങ്ങളിലും ഉണ്ടായിട്ടുള്ള ചോർച്ച പോലെ തന്നെയാണ് ഈ ഗവർണർ പൊസിഷന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ചോർച്ചയും. പിന്നെ ഈ ചോദിച്ചൊരു ചോദ്യം അത് വളരെ പ്രസക്തമാണ്. ഒരു നിയമനിർമ്മാണത്തിലൂടെ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കം ചെയ്തുകൂടെ? അപ്പൊ പല രീതിയിൽ അത് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പം നോക്കൂ, തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ വളരെ റീസെന്റ് ആയിട്ടാണ് ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റിയിട്ടുള്ളത്. അവിടെ ചീഫ് മിനിസ്റ്ററുടെ വിസിറ്റർ നോമിനിയാണ് സർവകലാശാല ഹെഡായി വരുന്നത്. അതുപോലെ തന്നെയാണ് ബംഗാളിലും ഗവർണറല്ല ചാൻസലറായി വന്നത്. ഗവർണർ ചാൻസലർ ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ നിയമനിർമ്മാണത്തിലൂടെ മാറുക എന്നുള്ളത് വളരെ നല്ല കാര്യം. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഒരു സംസ്ഥാന സർക്കാരിന് നിയമം തന്നെ ആവശ്യമില്ല ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പഠിക്കാൻ 3 സമിതികൾ സംസ്ഥാന സർക്കാർ നിയോഗിക്കുകയുണ്ടായി. അതിനകത്ത് നിയമങ്ങളെ കുറിച്ച് പഠിക്കാനായ ജയചന്ദ്രൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പഠിക്കാനുള്ള സമിതിയായിരുന്നു പ്രൊഫസർ ശ്യാം പി മേനോൻ ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് കേരള സർക്കാർ ചിന്തിക്കുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങളിൽ ഒന്ന് ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഒരു നിയമനിർമ്മാണം പോലും വേണ്ട, ശ്യാം പി മേനോൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേരളം തീരുമാനിച്ചാൽ മതി. അതൊരു ക്യാബിനറ്റ് ഡിസിഷന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. തെറിക്കാവുന്ന പൊസിഷനേ ഉള്ളൂ ഗവർണർക്ക് ചാൻസലർഷിപ്പ്. എനിക്ക് തോന്നുന്നു എന്തിനാണ് ഇപ്പം ഇവിടെ ഡിലീറ്റ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ആണ് അദ്ദേഹം ക്യാമ്പസിൽ വന്നത്. ഇത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്തിനാണ് ഈ ഡിലീറ്റ് പോലുള്ള ഈ കൊളോണിയൽ വാഴ്ചയുടെ തുടർച്ചയായിട്ടുള്ള ഇത്തരം കെട്ടുകാഴ്ചകൾ? അതിനുവേണ്ടി ഞങ്ങൾ അധ്യാപകരുടെ, വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകരുടെ എത്ര സമയവും എനർജിയാണ് ചെലവാക്കുന്നത്. ഇയാളെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗവർണർ ഒരു ആനയെ പോലെ കെട്ടി എഴുന്നള്ളിക്കാൻ വേണ്ടി കാണിക്കുന്ന ഈ വ്യഗ്രതയുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ഒരു വളരെ ഒരു എന്താ പറയുക, ഒരു പ്രൊഫഷണൽ നാടകം പോലെ തോന്നും പല പെർഫോമൻസസും കണ്ടു കഴിഞ്ഞാൽ. ഇത്തരം ഒരു പെർഫോമേറ്റീവ് പൊസിഷന്റെ ആവശ്യമുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് മീഡിയയെ കാണുന്നു, പ്രോട്ടോകോൾ ലംഘിച്ച് മീഡിയയെ കാണുന്നു. എന്നിട്ട് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ നൈതികതയെ കുറിച്ച്. ഏത് തരം രാഷ്ട്രീയ പൊസിഷനിൽ നിന്നാണ് ഇന്നത്തെ ഗവർണർ ഇപ്പൊ നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുള്ളത്? അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ജേർണി ഒന്ന് ട്രേസ് ചെയ്ത് നോക്കൂ. എന്ത് തരം ഇന്റഗ്രിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പിന്നെ ഞാൻ പറയാൻ മറന്നൊരു കാര്യം, ആർക്കൊക്കെ ഗവർണർ ആവാം? 35 വയസ്സ് കഴിഞ്ഞ എത്ര പേരുടെ റൂമിൽ ആരും ഉണ്ടാവാൻ വഴിയില്ല അല്ലെ? ആരെങ്കിലും ഉണ്ടോ? 35 വയസ്സ് കഴിഞ്ഞ ഈ കൂട്ടത്തിൽ ഗവർണർ ആകാൻ യോഗ്യതയുള്ള ഒരാള് ഞാൻ മാത്രമായിരിക്കും. 35 വയസ്സ് കഴിയുകയും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കുകയും മാത്രം മതി. എന്നിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം പോലും വേണ്ടാത്ത ഒരാളെയാണ് സർവകലാശാലകളുടെ തലപ്പത്തിരുത്തുന്നത്. എന്താണ് അതിന്റെ ലോജിക്ക്? അപ്പം വിദ്യാഭ്യാസ രംഗത്ത് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ
ചാൻസലർ വിസിറ്റർ കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നോമിനിയാക്കി മാറ്റിക്കൊണ്ട് അവർ ലീഡ് ചെയ്യുന്ന എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഒരു ചാൻസലർ തന്നെ വേണമെന്നില്ല. ഓരോരോ യൂണിവേഴ്സിറ്റികൾക്കും വ്യത്യസ്തരായിട്ടുള്ള ചാൻസലേഴ്സ് ഉണ്ടാവാം. സർവകലാശാലകളുടെ നടത്തിപ്പ് കുറെ കൂടി ജനാധിപത്യപരമാവും. കുറെ കൂടി അക്കാഡമിക് ആയിട്ട് ഇടപെടുന്ന ആളുകൾ ലീഡർഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ക്യാമ്പസിൽ വന്നിട്ട് കേരളത്തിലെ ക്യാമ്പസുകളുടെ സ്വഭാവം എന്താണെന്നറിയാം. ഇവിടെ വെക്കുന്ന വിദ്യാർത്ഥി യൂണിയന്റെ പിന്നെ എന്താ പറയാ ബോർഡുകളെ ബിൽ ബോർഡ്സ് എന്നാണ് മൂപ്പര് റെഫർ ചെയ്യുന്നത്. എന്താണ് ബിൽ ബോർഡ്സ്? ബിൽ ബോർഡ്സ് എന്നുള്ള ഐഡിയ എവിടെ നിന്നാണ് വരുന്നത്? ദാറ്റ്സ് എ ക്യാപിറ്റലിസ്റ്റ് ഐഡിയ. ഇപ്പം റോഡ് സൈഡിൽ ഈ പറയുന്ന ഹോർഡിങ്സ് വെക്കാൻ പൊതുമരാമത്ത് വകുപ്പിനും സർക്കാരിനും പൈസ കൊടുത്തിട്ടാണ് ഈ ബോർഡുകൾ വെക്കുന്നത്. അതുപോലെയാണോ സർവകലാശാലകളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി വെക്കുന്ന ബോർഡുകൾ? ഇത് തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത, ധാരണയില്ലാത്ത, അങ്ങേയറ്റം തെറ്റിദ്ധാരണയുള്ള ഒരാളാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് എന്തൊരു തരം വിഡ്ഢിത്തരാണ് പറയുന്നത്. ഇതിന് ബിൽ ബോർഡ് എന്ന് വിളിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥി സംഘടനകള് ഓരോരുത്തരും ഇപ്പൊ ഇന്നത്തെ പരിപാടിന്റെ ബോർഡ് പുറത്തു വെക്കുന്നതിന് 100 രൂപ ചാൻസലർക്ക് അടച്ചു വെക്കുന്ന ഒരു രീതിയാണോ? ഈ നാട്ടിലെ വിദ്യാർത്ഥി സംഘടനകൾ സംഘടനാ സ്വാതന്ത്ര്യം നേടിയെടുത്തിട്ടുള്ളത് ഒരാള് എഴുതി തന്നിട്ടുള്ള അന്നപ്പോ നിങ്ങൾ നാളെ തൊട്ട് സംഘടനാ പ്രവർത്തനം നടത്തിക്കുമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അതിന് ദീർഘമായിട്ടുള്ള പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. അങ്ങനെ നിരന്തര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇമാതിരി വർത്താനം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള ആദ്യമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അന്നത്തെ ഗവർണറായിട്ടുള്ള രാംദുലാരി സിൻഹയെ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്. ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വിദ്യാർത്ഥി സംഘടനാ തലത്തിൽ പൊളിറ്റിക്കൽ എന്താ പറയാ പൊളിറ്റിക്കൽ അഡൾട്ട്ഹുഡ് ഉള്ള ആളുകൾ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്ന മുതിർന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ കൃത്യമായും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയക്ക് അക്കാഡമിക് ഫ്രീഡത്തിന് വിലങ്ങ് നിൽക്കുന്ന ഇത്തരം ചാൻസലർ പദവികൾ ആവശ്യമില്ല എന്ന് പറയാൻ നമുക്ക് ഒരു അവസരം കൂടിയാണ് ആ അർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അവസരം രാഷ്ട്രീയമായി വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശാംബി മേനോൻ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്ന ശുപാർശകൾ, ചാൻസലർ പദവി മാറ്റാനുള്ള ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് സംഘടനാ തലത്തിൽ രാഷ്ട്രീയ തലത്തിൽ ആവശ്യപ്പെടാൻ കൂടി SFIക്ക് കഴിയുന്നു.